നമ്മളൊരു സർവീസ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിലെന്ത് വേണം? ഉത്സാഹം ഉണ്ടാവണം. നമുക്ക് ഉത്സാഹമില്ലെങ്കിൽ നമുക്കത് വിൽക്കാനുള്ള അവകാശമില്ല, നമുക്കത് വിൽക്കാൻ പറ്റൂല. ഹു മസ്റ്റ് ബി ദ ബെസ്റ്റ് സെയിൽസ്മാൻ ഇൻ യുവർ കമ്പനി? നിങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും നല്ല സെയിൽസ്മാൻ ശരിക്കും ആരാ ആവേണ്ടത്? ഒരു സ്ഥാപനത്തിൽ കസ്റ്റമർ ആദ്യം വാങ്ങുന്നത് ആരെയാണ്? കമ്പനിയാണോ, ബ്രാൻഡാണോ, പ്രോഡക്റ്റ് ആണോ, അതോ സെയിൽസ്മാനാണോ? Greenlives Coaching and Training Solution. എന്ത് പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിലും എൻ്റെ ഉത്സാഹമാണ്. ഇഫ് ഐ ആം നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് മൈ പ്രോഡക്റ്റ്, ഐ ഹാവ് നോ റൈറ്റ് ടു സെൽ അബൌട്ട് മൈ പ്രോഡക്ട്സ്. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രോഡക്റ്റിൽ കൺവിക്ഷൻ ഇല്ലെങ്കിൽ, ഇഫ് ഐ ആം നോട്ട് കൺവിൻസ്ഡ്, ഇഫ് ഐ ആം നോട്ട് എന്തൂസിയാസ്റ്റിക്, ഇഫ് ഐ ആം നോട്ട് എനിക്ക് തന്നെ എൻ്റെ പ്രോഡക്റ്റിൽ വിശ്വാസമില്ലെങ്കിൽ എനിക്ക് പ്രോഡക്റ്റ് വിൽക്കാനുള്ള അവകാശമില്ല. നിങ്ങൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നോക്കുന്നുണ്ടോ? അവർ അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർക്ക് വിൽക്കാൻ പറ്റൂല അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് വേണം? ഞാൻ സെയിൽസ് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ മസ്റ്റ് ബി കൺവിൻസ്ഡ് ഇൻ സെയിൽസ്, ഐ മസ്റ്റ് ബി കൺവിൻസ്ഡ് ഇൻ ബിസിനസ് കോച്ചിങ്, ഐ മസ്റ്റ് ബി കൺവിൻസ്ഡ് ഇൻ മെൻറ്ററിങ്. ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഇഫ് ഐ കനോട്ട് ലീഡ് മൈ സെൽഫ്, ഹൗ ക്യാൻ ഐ ലീഡ് അതേഴ്സ്? അപ്പോൾ എനിക്ക് തന്നെ ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ, നമ്മളൊരു സർവീസ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിലെന്ത് വേണം? ഉത്സാഹം ഉണ്ടാവണം. നമുക്ക് ഉത്സാഹമില്ലെങ്കിൽ നമുക്കത് വിൽക്കാനുള്ള അവകാശമില്ല, നമുക്കത് വിൽക്കാൻ പറ്റൂല ലോങ് ടൈം. ഓക്കെ, സോ കസ്റ്റമർ, കാരണം എന്താ? കസ്റ്റമർ ഫസ്റ്റ് ബൈസ് ദ സെയിൽസ്മാൻ, സെക്കൻഡ് ബൈസ് ദ കമ്പനി, തേർഡ് ബൈസ് ദ പ്രോഡക്റ്റ്. ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ ഏറ്റവും നല്ല സെയിൽസ്മാൻ ശരിക്കും ആരാ ആവേണ്ടത്? ഹു മസ്റ്റ് ബി ദ ബെസ്റ്റ് സെയിൽസ്മാൻ ഇൻ യുവർ കമ്പനി? നിങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും നല്ല സെയിൽസ്മാൻ ശരിക്കും ആരാ ആവേണ്ടത്? ആ കമ്പനീൻ്റെ ചെയർമാൻ, ആ കമ്പനീൻ്റെ ഓണർ, ആ ഓൺട്രപ്രണർ ആണ് ഏറ്റവും നല്ല സെയിൽസ്മാൻ ആവേണ്ടത്. ഏറ്റവും നല്ല സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലൈൻ സെയിൽസ് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളെ സ്ഥാപനത്തിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള ടാലൻറ്റഡ് അക്വിസിഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യു മസ്റ്റ് ബി പാഷനേറ്റ് അബൌട്ട് യുവർ വിഷൻ, യു മസ്റ്റ് ബി പാഷനേറ്റ് അബൌട്ട് യുവർ മിഷൻ. നിങ്ങൾ വിൽക്കുന്നത് ഇപ്പോൾ വിഷൻ ആവാം, ചിലപ്പോൾ നിങ്ങൾ വിൽക്കുന്നത് മിഷൻ ആവാം, നിങ്ങൾ വിൽക്കുന്നത് കോർ പർപ്പസ് ആവാം. ഇപ്പോൾ ID ഫ്രഷ് മുസ്തഫ വിൽക്കുന്നത് എന്താണ്? ID ഫ്രഷ് മുസ്തഫ വിൽക്കുന്നത് കോർ വാല്യൂ ആണ്. ID ഫ്രഷിൻ്റെ ഏത് ഇൻ്റർവ്യൂ കണ്ടാലും അയാൾ ഹീ സെല്ലിംഗ് ഹിസ് കോർ വാല്യൂസ്. അദ്ദേഹത്തിൻ്റെ കോർ വാല്യൂ ആണ് വിൽക്കുന്നത്. അപ്പോൾ കോർ വാല്യൂസ് ആവാം, വിഷൻ ആവാം, മിഷൻ ആവാം, ഡ്രീം ആവാം, മേ ബി നമ്മളുടെ ഫ്യൂച്ചർ ആവാം. പക്ഷേ ഏറ്റവും നല്ല സെയിൽസ്മാൻ, ബാക്ക് ആൻഡ് സെയിൽസും ഉണ്ട്, ഫ്രണ്ട് ലൈൻ സെയിൽസും ഉണ്ട്. ഒരു ഓൺട്രപ്രണർ എപ്പോഴും നിൽക്കേണ്ടത് ബാക്ക് ആൻഡ് സെയിൽസിലാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ചില സമയത്ത് കുറച്ചെങ്കിലും ഒരു ദിവസം അല്പസമയമെങ്കിലും എന്ത് ചെയ്യണം? അയാൾ സെയിൽസ് ചെയ്യണം എന്നാണ്. എന്നാലേ അയാൾക്ക് എന്താ വേണ്ടുള്ളൂ? കസ്റ്റമറുടെ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ സ്ഥാപനത്തിൽ ഏറ്റവും നല്ല സെയിൽസ്മാൻ എപ്പോഴും ആ ഓണർ ആവണം. അപ്പോഴേ അദ്ദേഹത്തിന് ടീമിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ ബിസിനസ്സിൽ leading by examples to motivate his team, he must be the best salesman in the company first. കാരണം എന്താ അറിയോ? ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നല്ല സെയിൽസ്മാൻ ആയാലാ നിങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നല്ല സെയിൽസ്മാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ഒരു സ്ഥാപനത്തിൽ കസ്റ്റമർ ആദ്യം വാങ്ങുന്നത് ആരെയാണ്? കമ്പനിയാണോ, ബ്രാൻഡാണോ, പ്രോഡക്റ്റ് ആണോ, അതോ സെയിൽസ്മാനാണോ? ഹലോ, ഒരു കസ്റ്റമർ ആദ്യം വാങ്ങുന്നത് ബ്രാൻഡാണോ, അതോ പ്രോഡക്റ്റ് ആണോ, അതോ സെയിൽസ്മാനാണോ? ആരാണ് വാങ്ങുന്നത്? എത്ര നല്ല ബ്രാൻഡായിട്ടും കാര്യമില്ല, സെയിൽസ്മാന് പെരുമാറാൻ അറിയില്ലെങ്കിൽ, ബിഹേവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നല്ല ബ്രാൻഡഡ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിപ്പോരാറുണ്ട് ഇല്ലേ? അടിപൊളി ബ്രാൻഡാണ്, but we are not satisfied. So my dear friends, customer first buys the salesman, second buys the company, and third buys the product. ആദ്യം വാങ്ങേണ്ടത് സെയിൽസ്മാൻ ആണ്. അപ്പോൾ നമുക്ക് എക്സലൻറ്റ് സെയിൽസ് ടീം ഉണ്ടാവണം. എന്നിട്ടാ പിന്നെ എന്ത് വാങ്ങുന്നുള്ളൂ? പ്രോഡക്റ്റ് വാങ്ങുള്ളൂ, പിന്നെയാണ് കമ്പനീനെ വാങ്ങുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് ബി ദ എക്സലൻറ്റ് സെയിൽസ്മാൻ ഇൻ യുവർ കമ്പനി, ദെൻ യു മസ്റ്റ് ഡെവലപ്പ് എക്സലൻറ്റ് സെയിൽസ് ടീം ഇൻ യുവർ കമ്പനി.
കാരണം കമ്പനിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ജനറേഷൻ, ബിക്കോസ് സെയിൽസിൻ്റെ പണി തന്നെ റവന്യൂ ജനറേഷനാണ്. റവന്യൂ ജനറേഷൻ നടക്കണമെങ്കിൽ നമ്മളെ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളുടെ കമ്പനി ചക്രം മുന്നോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റവന്യൂ ജനറേഷൻ നടക്കണം. റവന്യൂ ജനറേഷൻ നടക്കുന്നുള്ളത് സെയിൽസിൻ്റെ പണിയാണ്. ബാക്കിയുള്ള ഫംഗ്ഷൻസൊക്കെ എന്താണ് ഒക്കെ ആവശ്യമാണ്. പക്ഷേ പണം കിട്ടിയിട്ടില്ലെങ്കിൽ, ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ബിസിനസ് നിൽക്കും, ബിസിനസ് ടെക്കാവും. Greenlives Coaching and Training Solution.